ഇത് ഭ്രൂണമല്ല ഇവിടെ വിഷയം. ഞാനൊരു പിണറായി വിജയന്റെ ഭ്രൂണമല്ല ഇവിടെ. പാർട്ടി ഉദ്ദേശിച്ചില്ല. ഫ്ലാഷ് ബാക്ക്. മുഖ്യമന്ത്രി അദ്ദേഹത്തിന് അസുഖത്തിന് ചികിത്സിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് പോകുന്നു. KM മാണി സാർ അമേരിക്കയിൽ പോയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇതുപോലൊരു അസുഖം വന്നാൽ മുഖ്യമന്ത്രിക്ക് പോയി ചികിത്സിക്കാം. അതുപോലെ കോടിയേരി സഖാവിന് ചോദിക്കാം. മാണി സാറിന് പോയി ചികിത്സിച്ചാണ്. ഞങ്ങൾക്ക് വന്നാൽ ഞങ്ങൾ ഈ ഇരിക്കുന്നവർക്ക് ആർക്കെങ്കിലും അസുഖം ഇതുപോലത്തെ മുഖ്യമന്ത്രിക്ക് വന്നിരിക്കുന്ന എന്താ അസുഖം എനിക്കറിയില്ല, വന്നാൽ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? ഒരു കാര്യം മറ്റടുത്ത ചോദ്യം ചോദിക്കില്ല. അങ്ങയുടെ ചോദ്യത്തിന് ഉപോത്ബലകമായ ഒരു കണക്ക് അങ്ങേക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കും. WHO വേറെ അല്പ ദിവസങ്ങൾക്ക് ഒരു കണക്ക് പ്രസിദ്ധീകരിച്ചു. അങ്ങയുടെ ശ്രദ്ധയിലുണ്ടാവും. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, മലയാളത്തിൽ ശിശുമരണ നിരക്കിന്റെ കുറവ്. അങ്ങ് ശ്രദ്ധിച്ചോ? കേരളം എവിടെ നിൽക്കുന്നതെന്ന്? കേരളത്തിന്റെ ശതമാനം എത്രയാണ് അങ്ങേക്ക് അറിയോ? ശ്രദ്ധിച്ചിരുന്നോ? എത്രയാണ്? മനസ്സിലായില്ല. അതായത് 5.0. US എവിടെയാണ്? ഈ ഉമ്മൻചാണ്ടിയും പിണറായിയും കോടിയേരിയും ഒക്കെ ചികിത്സിക്കാൻ പോയിട്ടുള്ള ജർമ്മനി, അമേരിക്ക, ഇതിന്റെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എവിടെയാണ്? അങ്ങോട്ട് അവർ പോകുന്നത് അതല്ല, അങ്ങയുടെ ചോദ്യം പ്രസക്തമാണ്. പാലായിൽ ഒരു സ്ത്രീ ഗർഭിണിയായാൽ ആ സ്ത്രീയുടെ വയറ്റിലുള്ള ഭ്രൂണം കുഞ്ഞായി ജീവിക്കണമെങ്കിൽ, കേട്ടല്ലോ, ഫോഴ്സ്ഫുൾ അബോർഷൻ അല്ല, തെറ്റിദ്ധരിക്കില്ല, ഞാൻ ആരെയും ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ കുഞ്ഞായി ജീവിക്കണമെങ്കിൽ, പാലായിലുള്ള സ്ത്രീയുടെ വയറ്റിലുള്ള ഭ്രൂണം കുഞ്ഞായി ജീവിക്കണമെങ്കിൽ അമേരിക്കയേക്കാൾ സുരക്ഷിതത്വം പാലായിലാണ്. അതാണ് ഞാൻ പറഞ്ഞതിന്റെ രക്തചുരുക്കം. കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്നു. ഇത് ഭ്രൂണമല്ല ഇവിടെ വിഷയം. ഞാനൊരു പിണറായി വിജയന്റെ ഭ്രൂണമല്ല ഇവിടെ. പാർട്ടി ഉദ്ദേശിച്ചില്ല. അദ്ദേഹം പറഞ്ഞ കാര്യം ആദ്യം മനസ്സിലാക്കണം. അങ്ങ് പറഞ്ഞത് എന്തിനാണ് അമേരിക്കയിൽ പോകുന്നത് എന്ന കണക്കിനാണ്. അമേരിക്ക കേരളത്തെക്കാൾ പിന്നിലാണ് എന്ന് അദ്ദേഹം തന്നെ പറയുകയും അദ്ദേഹത്തിന്റെ നേതാവ് പിണറായി വിജയൻ അവിടെ ചികിത്സയ്ക്ക് പോവുകയും ചെയ്യണം. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. KM മാണി സാർ, ഉമ്മൻചാണ്ടി സാർ, K സുധാകരൻ അടക്കമുള്ളവർ അമേരിക്കയിൽ പോയി. ഇവരാരും അമേരിക്ക ബൂർഷയാണെന്നും അമേരിക്ക നശിച്ചു പോകണമെന്നും അതിനെതിരെ സമരവും ചെയ്തിട്ട് ലാസ്റ്റ് അമേരിക്കക്കാൾ സൂപ്പർ കേരളമാണ് എന്ന് പറഞ്ഞ് അമേരിക്ക ഫോം വിളിച്ചു എന്ന് പറഞ്ഞ് PR വർക്ക് ചെയ്തിട്ടല്ല അവിടെ പോയത് എന്നൊരു വ്യത്യാസം കൂടിയുണ്ട്. അദ്ദേഹം ഇന്നിനി വയ്യ, നാളെ വന്നും ബാക്കി വാങ്ങിച്ചോളാം.